ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഷറാറ മോഡൽ അംബ്രല്ല കട്ടിൽ വരുന്നൊരു ടോപ്പും പാൻറ്റും സ്റ്റിച്ച് ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടില്ല, എന്നാലും എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തത്, എങ്ങനെയാണ് കട്ട് ചെയ്തത് എന്നൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ചോക്കർ മോഡൽ ഷോളിൻ്റെ ദുപ്പട്ടയുടെ വീഡിയോ ഞാനിതിന് മുന്നേ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണേണ്ടവരുണ്ടെങ്കിൽ ചാനലൊന്ന് കയറിയിട്ട് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ കാണിക്കുന്നത് ടോപ്പും പാൻറ്റും സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 മീറ്റർ നെറ്റ് ഫാബ്രിക്കും പിന്നെ ഒരു 2.5 മീറ്ററോളം ഷിഫോണിൻ്റെ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിന് വരുന്ന ലൈനിങ്ങാണ്. അപ്പോൾ നെറ്റ് ഫാബ്രിക് ഞാൻ ടോപ്പിന് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഭാഗമായിട്ടാണ് ടോപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. വേസ്റ്റ് വരെ ഒരു പോർഷനും പിന്നെ മുട്ടിന് കുറച്ച് മുകളിലായിട്ടുള്ള അംബ്രല്ല കട്ട് നമ്മൾ മിടിക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന പോലെ കട്ട് ചെയ്തെടുത്തേക്കാം കേട്ടോ. ഈ ഒരു സൈഡിൽ നമുക്ക് കുറച്ച് അധികം വേറൊരു പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം, എന്നാലേ റെഡി ആയിട്ട് വരുള്ളൂ. അപ്പോൾ കയ്യും കൂടെ വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1.25 മീറ്റർ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിവിടെ 1 മീറ്റർ ആയതുകൊണ്ട് കയ്യിന് അങ്ങനെ തികഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. അടുത്തതായിട്ട് ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഷിഫോൺ മെറ്റീരിയലും ആ ഒരു രീതിയിൽ തന്നെ അംബ്രല്ല കട്ട് സ്കേർട്ടിന് നമ്മൾ കട്ട് ചെയ്യുന്ന രീതിയിൽ കട്ട് ചെയ്തിട്ട് പാൻറ്റിൻ്റെ ഒരു മോഡലാക്കി എടുത്തേക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഈ പാൻറ്റൊക്കെ കട്ട് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കാണിക്കുന്നില്ല, അതൊക്കെ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊന്ന് സെർച്ച് ചെയ്തിട്ട് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലൈനിങ് ഞാൻ സാധാ പലാസോ പാൻറ്റിന് കട്ട് ചെയ്ത പോലെ കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് ആ ബെൽറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഇനി അലാസ്റ്റിക്കും കൂടെ അതിനുള്ളിലൂടെ ഇട്ട് കൊടുക്കണം. അങ്ങനെ പാൻറ്റ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ആ ഒരു ടോപ്പിനും നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ട് ആ സെയിം ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ സ്റ്റിച്ചിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ടോപ്പ്. ഞാനിവിടെ ചെറിയൊരു കൈയാണ് കേട്ടോ വെച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ 1.25 മീറ്റർ തുണി എടുക്കുകയാണെങ്കിൽ ഇതിലേറെ ഉണ്ടാവും. ഇതൊരു 7 വയസ്സുള്ള കുട്ടിക്കാണ് കേട്ടോ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾ വയസ്സിനനുസരിച്ച് നമ്മൾ ക്ലോത്തും കൂടെ എടുക്കണം കേട്ടോ. പിന്നെ ഇത് നെറ്റ് ഫാബ്രിക് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കുറച്ച് കംഫർട്ടായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഉൾഭാഗമൊക്കെ ഞാൻ ഫുള്ളായിട്ട് നല്ല രീതിയിൽ കവർ ചെയ്തിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ആ ഒരു അരഭാഗമൊക്കെ ഫുള്ള് ഉള്ളിലേക്ക് ആക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ അടിയിൽ നമ്മൾ ചെറിയൊരു ഞൊറിവ് ഇട്ട് കൊടുത്തിട്ടാണ് ഈ അംബ്രല്ല കട്ട് സ്കേർട്ട് അതിലേക്ക് പിടിപ്പിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ലൈനിങ് ഇങ്ങനെ കവർ ചെയ്തിട്ട് എടുത്തേക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് നല്ല കംഫർട്ടായിരിക്കും അത് ഇടാൻ വേണ്ടിയിട്ട്. നെറ്റ് ഫാബ്രിക് ആകുമ്പോൾ ചെറിയ രീതിയിലുള്ള ഇറിറ്റേഷൻസൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ അടിക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ഇടാനൊക്കെ ഇഷ്ടമാവും കേട്ടോ. പിന്നെ ഇതാ പാൻറ്റും ഇങ്ങനെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് അടിയൊക്കെ മടക്കി തയ്ച്ച് ഇലാസ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ചെറിയ മക്കൾക്കൊക്കെ ഇങ്ങനത്തെ പാൻറ് ഇടുമ്പോൾ എന്തോ കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട്. നല്ല പാർട്ടി വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മോഡൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഉള്ളിൽ ഇതാ നമ്മൾ ലൈനിങ്ങും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ലുക്കും എലഗൻറ്റ് ലുക്കൊക്കെ തരുന്ന ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. എന്നാൽ കുട്ടികൾക്ക് വെയർ ചെയ്യാനും കാര്യങ്ങളൊക്കെ നല്ല സിമ്പിളായിട്ടുള്ളൊരു കൊണ്ടു നടക്കാനൊക്കെ ഒരു സിമ്പിൾ സംഭവമാണ്. ആ ഒരു രീതിയിലാണ് ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യുമെങ്കിൽ അതും കൂടെ ഒന്ന് അറിയിക്കണേ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കും അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.